ഹലോ, അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ എന്താണെന്ന് അറിയാമല്ലോ, ഉലുവയാണ്. ഞാൻ ഇന്ന് നല്ലൊരു ലേഹ്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഉലുവയും ചെറിയ ഉള്ളിയും കൊണ്ട് പിന്നെ കുറച്ച് 2-3 ഐറ്റംസ് സാധനങ്ങളെല്ലാം വളരെ ശരീരത്തിന് ആവശ്യമുള്ള നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഭക്ഷണ സാധനങ്ങൾ കൊണ്ടാണ്. നല്ല ഈന്തപ്പഴവും ബദാമും കാഷ്നട്ടും എല്ലാത്തിനും ഉപയോഗം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പക്ഷേ ഈ ഉലുവ നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ ഒരുപാട് പേര് ഉലുവ കഞ്ഞി, ഉലുവ കൊണ്ട് ഒരുപാട് ഉലുവാപ്പാൽ അങ്ങനെ ഒരുപാട് ഉണ്ടാക്കുന്നു. പക്ഷേ ഉലുവ ലേഹ്യം ഇത് ശരീരത്തിന് ഈ ഒരു കർക്കിടക മാസത്തിൽ കുടിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരമുള്ള, നമുക്ക് അടുത്ത കർക്കിടകം വരെയും ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് ഒരു മാസം കണ്ടിന്യൂ കുടിച്ചാൽ കിട്ടുന്നതാണ്. അതിൽ എന്തൊക്കെയാണെന്ന് കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, എന്നാലും പറയാം ഞാൻ. ഉലുവ എന്ന് പറയുന്ന സംഭവം എന്താണ്? നമ്മുടെ കൊളസ്ട്രോളും ദഹന പ്രശ്നങ്ങളും എല്ലാം നിയന്ത്രിക്കാൻ ഉലുവ കൊണ്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നമുക്ക് ഉലുവ അത്രയ്ക്കും വളരെ ഇമ്പോർട്ടൻ്റായ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും മുടി കൊഴിച്ചിലും എല്ലാം നിയന്ത്രിക്കാൻ ഉലുവ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമുള്ള സാധനമാണ്. ഞാൻ ഉലുവയും ചെറിയ ഉള്ളിയും കുക്കറിലിട്ട് വേവിക്കുന്നില്ല. ജസ്റ്റ് ഉലുവ, അതായത് ഞാനൊരു 100 ഗ്രാം ഉലുവയാണ് എടുത്ത് കുതിർത്ത് തലേ ദിവസമേ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. ആ ഉലുവ പിറ്റേന്ന് ഞാൻ അതിനെടുത്ത് 250 ഗ്രാമിൽ കൂടുതൽ ഞാൻ ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ട് രണ്ടാം തേങ്ങാപ്പാൽ ചേർത്താണ് അടിച്ചെടുത്തത്. ചില അത് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ, ഇത് കുക്കറിലിട്ട് വേവിച്ചിട്ട് എടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ചെയ്താലും വളരെ രുചിയാണ്, നല്ല ഗുണമാണ്. വേവിച്ചിട്ട് അതിൻ്റെ ആ ഒരുപാട് ഗുണം നഷ്ടപ്പെട്ട് പോവാതെ ഡയറക്റ്റ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ചിട്ടാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. അതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച്, അതായത് നമ്മുടെ ബദാമും കാഷ്നട്ടും കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒന്ന് മാറ്റുന്നുണ്ട്. അത് ഈ കാഷ്നട്ടും എല്ലാം ശരിക്കും കാൽഷ്യം, ഒരുപാട് ഫൈബർ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങൾ, ആൽമണ്ടായാലും കാഷ്നട്ടായാലും ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ ഗുണങ്ങളും ഒരുപാടുള്ള സംഭവങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഉലുവയിൽ ഒരുപാട് നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് രക്തത്തിൻ്റെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഒക്കെ നമുക്ക് ഉലുവ കൊണ്ട് ഉപയോഗപ്പെടുന്നതാണ്. പിന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റിയ ആ പാനിലേക്ക് തന്നെ ഞാൻ 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്കാണ് നമ്മുടെ ഉലുവയും ഉള്ളിയും കൂടെ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തതാണത്. നല്ല കുതിർത്ത് വെച്ചതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനത് ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഈ നെയ്യിലും അതുപോലെ കരിപ്പെട്ടിയാണ് ഞാനിതിൽ ചേർക്കുന്നത് തന്നെ. ഇപ്പം ഞാൻ ബാക്കി വന്ന 2ാം പാലാണ്, തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ച് ഇത് ഈ നെയ്യും ഈ 2ാം തേങ്ങാപ്പാലും ഉലുവയും നമ്മുടെ ചെറിയ ഉള്ളിയും കൂടെ അരച്ച് നന്നായിട്ട് വഴറ്റി ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ച് ഞാൻ ഇത്രയും സമയമെടുത്ത് വേവിച്ചെടുത്തതാണ്. ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചില്ലെങ്കിലും ഇങ്ങനെ ചെയ്താലും അടിപൊളിയാണ്. കുക്കറിലിട്ട് വേവിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. വേവിച്ചതിന് ശേഷം തണുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഞാനിത് അങ്ങനെ കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് ഇതുപോലെ തന്നെ ഇത്തിരി സമയം, ഏകദേശം 1 മണിക്കൂറോളം ഞാൻ കൈയെടുക്കാതെ ഇളക്കി എല്ലാം നല്ല സെറ്റാക്കി എടുത്ത ഒരു അടിപൊളി ലേഹ്യമാണ്. ഇത് ശരീരത്തിന് നമുക്ക് അത്രയ്ക്ക് ഉപകാരമുള്ളതായതുകൊണ്ട് ഒത്തിരി നമുക്ക് സമയമെടുത്ത് ചെയ്താലും നഷ്ടമാവില്ല. ഇത് ഉലുവ നമ്മൾ പച്ചയ്ക്ക് കുറച്ചെടുത്ത് വായിലിട്ട് വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വയറുവേദന, ഗ്യാസ് ട്രബിൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചാൽ തന്നെയും ഉലുവ നമുക്ക് ഒരുപാട് ശരീരത്തിന് അതുകൊണ്ട് നമുക്ക് ഉപയോഗമുണ്ട്. ഇതിപ്പോൾ ഞാൻ കരിപ്പെട്ടി പാനി കാച്ചിയാണ്, നമ്മൾ ശർക്കരയല്ല കരിപ്പെട്ടിയാണ്. നമ്മൾ എന്തിപ്പോൾ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്നതിനും കരിപ്പെട്ടിയാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത്. കരിപ്പെട്ടി ശർക്കര അത്രയ്ക്കും ഒരു ശരീരത്തിന് ഗുണങ്ങൾ ഉള്ളത് ശർക്കരയെക്കാളും കരിപ്പെട്ടിയാണ്. പിന്നെ ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ കാഷ്നട്ടും ബദാമും കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന ഈന്തപ്പഴവും കൂടെ ഈ വഴറ്റിയതിലേക്ക് ചേർത്ത് ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത ബദാമും കാഷ്നട്ടും കൂടെ നന്നായിട്ട് അടിച്ചത് ഒരു 2-3 തവണയായിട്ട് കുറേശ്ശെ ഇട്ട് അതിൽ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഞാൻ വിചാരിച്ചു ഉലുവയൊക്കെ ഉലുവയല്ലേ കയ്പ്പായിരിക്കും എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ അടിപൊളിയാണ് സംഭവം. ലാസ്റ്റ് വരട്ടിയെടുത്ത്
പിറ്റേന്ന് എടുത്തപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ രുചി മനസ്സിലായതും അതിൻ്റെ രുചിയേക്കാളും കൂടുതൽ നമുക്ക് ഗുണമാണിതിൽ. പിന്നെ 2-3 പ്രാവശ്യമായിട്ടാണ് ഇത് പൊടിച്ചെടുത്തത്. പൊടിച്ചിട്ട് ഈ ബദാമും ഫുള്ളും ഞാൻ എടുത്ത ബദാമായാലും കാഷ്നട്ടായാലും ഫുള്ളും പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് കുറേ നേരം നമ്മൾ കൈയെടുക്കാതെ അങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ നെയ്യ് തന്നെ ഞാനൊരു 2-3 തവണയായിട്ട് നെയ്യ് ഒഴിച്ചത്. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടാണ് അരച്ച് വെച്ചത് ഒഴിച്ചത്. പിന്നെ ഓരോ തവണ ഒന്ന് ഡ്രൈ ആയി വരുന്തോറും ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു 2-3 പ്രാവശ്യം. പിന്നെ ഇതെല്ലാം ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് ഈ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനൊക്കെ ഉലുവ ഒരുപാട് നമുക്ക് ഉപയോഗപ്പെടുന്നു. ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് നമുക്ക് നല്ലതുപോലെ കുറയുകയും അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നു ഉലുവ. നമുക്ക് കാഷ്നട്ടിനും അങ്ങനെയുള്ള ഉപയോഗമുണ്ട്. ഈന്തപ്പഴവും അതുപോലെ തന്നെയാണ്. പിന്നെ ഈ മലബന്ധം ഒഴിവാക്കാനും ബ്രസ്റ്റ് ഫീഡുള്ള അമ്മമാർക്കും ഒക്കെ ഈ ഉലുവ ഈ ലേഹ്യം കുടിക്കുന്നത് അവരെ പ്രസവ രക്ഷയ്ക്കും എല്ലാത്തിനും ഇതുപോലെ ഉലുവ ചെയ്ത് കുടിക്കണം. ഞാൻ ആദ്യം ഒഴിച്ച കരിപ്പട്ടിക്ക് മധുരം കുറച്ച് കുറവായതുകൊണ്ട് മധുരം കരിപ്പട്ടിക്കല്ല ഉലുവയിൽ ചേർത്ത് ഉലുവയുടെ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ചുകൂടി മധുരം വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒരു കരിപ്പട്ടി ഏകദേശം 1 കിലോ അടുപ്പിച്ച് കരിപ്പട്ടി ഉപയോഗിച്ചായിരുന്നേ. പിന്നെ 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇനിയും ഒരുപാട് നേരം നല്ലതുപോലെ നമുക്ക് ശരിക്കും ക്ഷമയോടുകൂടി തന്നെ ഇത് ചെയ്തെടുക്കണം. അത്രയ്ക്കും നമ്മൾ വിചാരിക്കും മതിയായിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഏകദേശം 1 മണിക്കൂറോളം എടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഫസ്റ്റ് 1-ാം തേങ്ങാപ്പാലും ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ നമ്മുടെ ശരീരവേദനകൾക്കും ഈ ആർത്തവ സംബന്ധമായ വേദനകൾക്കൊക്കെ വയറുവേദനയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ കഴിച്ചാൽ മാസത്തിൽ ഒരാഴ്ചയൊക്കെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വയറുവേദന അങ്ങനെ എല്ലാം ഇതിനും ഒരുപാട് നല്ല മാറ്റം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ഒരു ലേഹ്യം. അത്രയ്ക്കും ഞാൻ ആ രീതിയിലാണ് ശ്രദ്ധിച്ചെല്ലാം ചെയ്യുന്നത്. ഇതുപോലെ ഉണ്ടാക്കി കുടിച്ചാൽ ഒരുപാട് ഉപയോഗം ശരീരത്തിനുണ്ടാകും. പിന്നെ നമ്മൾ വെയിറ്റ് ലോസ് നോക്കുന്നവർ, ശരീരഭാരം കുറയ്ക്കുന്നവർക്ക് ഇത് വളരെ അത്യാവശ്യമുള്ള നല്ലൊരു സംഭവമാണിത്. രാവിലെയും രാത്രിയും 2-3 സ്പൂൺ രാവിലെ ആഹാരത്തിന് മുമ്പ് രാത്രി കിടക്കാൻ നേരത്തും ഡെയിലി കുടിച്ചിട്ട് കിടന്നാൽ നമ്മളിപ്പോൾ ഈ കർക്കിടക മാസത്തിൽ തന്നെ ഇത് ചെയ്താൽ മാത്രം മതി എന്ന് വിചാരിക്കേണ്ട. ഇത് തീരുന്നതനുസരിച്ച് ഇതുപോലെ ചെയ്ത് കുടിച്ചാൽ ഒരുപാട് നമുക്ക് എല്ലാത്തിനും ഒരുപാട് ഉപയോഗമുള്ളതാണ്. ശരീരത്തിന് അത്രയ്ക്കും നല്ല ഗുണമുള്ളൊരു സംഭവമാണ്. ലാസ്റ്റ് ഇറക്കാൻ നേരത്ത് കൂടി ഞാൻ കുറച്ചുകൂടി നെയ്യും ഒഴിച്ച് പിന്നെ നമ്മൾ ചുക്കും കൂടെ ഒരു 2 പീസ് ചുക്കും കൂടെ പൊടിച്ച് ലാസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലിടയ്ക്ക് ഞാൻ ജീരകവും കുരുമുളകും പൊടിച്ചതും ജീരകവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയതാണ്. അത് ഇതിൽ കൂടെ തന്നെ ചേർത്ത് വരട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിച്ചതും അതുപോലെ തന്നെ 1/2 സ്പൂൺ ജീരകം പൊടിച്ചതും ലാസ്റ്റ് ചുക്ക് പൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാം മിക്സ് ചെയ്ത് ചെറു തീയിലിട്ടാണ്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നന്നായിട്ട് വരട്ടിയെടുക്കേണ്ടത്. എല്ലാം നല്ല തണുത്തതിന് ശേഷമാണ് ഞാൻ പിറ്റേന്നാണ് ഒരു ബോട്ടിലിട്ട് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കുടിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചെറിയൊരു കയ്പ്പ് പോലുമില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റുമാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു രുചിയും നല്ലതായിരുന്നു എനിക്കിതിൽ നിന്നും കിട്ടിയത്. പിന്നെ ഉലുവ തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഭക്ഷണത്തിന് മുമ്പൊക്കെ നമ്മൾ ഉലുവ തിളപ്പിച്ച് തലേ ദിവസം ഉലുവ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം പിറ്റേന്ന് രാവിലെ തിളപ്പിച്ച് കുടിക്കുകയോ വെറും വയറ്റിൽ കുടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുണകരമാണ്. ഉലുവയെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എത്ര പറഞ്ഞാലും തീരില്ല, അത്രയ്ക്കും ഗുണങ്ങളുള്ളതാണ്. ഇതുപോലൊരു ഉപയോഗമുള്ള മറ്റൊരു ഭക്ഷണ സാധനം പ്രത്യേകിച്ചും ഈ ഒരു ഉലുവ പോലുള്ള, അതായത് ആ ഒരു അതിൽ ഉലുവയ്ക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രാധാന്യമുള്ളത്.
ഇത് ഞാൻ പിറ്റേന്ന് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ഞാനൊരു അയൺ കണ്ടൻ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ പിറ്റേന്ന് അന്ന് രാത്രി തന്നെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് തണുത്തപ്പോൾ ഒരു ബോട്ടിലോട്ട് മാറ്റി വെച്ചു. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.